എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് കരിയും വേണ്ട കരിമരുന്നും വേണ്ട. ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ്. ഉത്സവത്തിനും ആഘോഷത്തിനുമൊക്കെ ആനയും വേണ്ട കരിമരുന്ന് പ്രയോഗവും വേണ്ട എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതാണത്. അതിനെ വീണ്ടും റിവൈവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹൈന്ദവ ആഘോഷവേളകളിൽ ഉത്സവങ്ങളിലൊന്നും തന്നെ ആനയും വേണ്ട കരിമരുന്ന് പ്രയോഗവും വേണ്ട എന്നുള്ള ഒരു പ്രചരണം ഇപ്പോൾ അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. കരിയും വേണം കരിമരുന്നും വേണം, പക്ഷെ നിയമപ്രകാരം എന്നുള്ളതാണ്. ഇതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ പരിഗണിക്കേണ്ടുന്ന പല കാര്യങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്നീ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര ആൾക്കാർ അത് കൃത്യമായിട്ട് അനുവർത്തിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് വന്നാൽ എന്താണ് ഈ കരിമരുന്ന് പ്രയോഗത്തിൻ്റെ പ്രശ്നം എന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ, അത് കൃത്യമായ രീതിയിൽ പരിഹരിക്കാനുള്ള മാർഗമുണ്ടോ, കരിമരുന്ന് പ്രയോഗവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള നിയമങ്ങളെ കൃത്യമായി എൻഫോഴ്സ് ചെയ്യാൻ നമ്മുടെ അധികാരികൾ പരാജയപ്പെടുന്നത് കൊണ്ട് ഒരു ബ്ലാങ്കറ്റ് ബാൻ എന്ന രീതിയിൽ ഇതിനെയൊക്കെ തന്നെ അങ്ങ് നിരോധിക്കാം എന്നുള്ളതാണോ ആൾക്കാർ പറയുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. നോക്കാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, സുരക്ഷിതമായ ഫയർ വർക്ക്സ് ഉപയോഗിക്കുന്നതിന് പകരം പലപ്പോഴും ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബിന് സമാനമായിട്ടുള്ള വസ്തുക്കളാണ് ഇന്ന് പലപ്പോഴും കരിമരുന്ന് പ്രയോഗത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇത് റെഗുലേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി നിയമങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം. ഇതൊക്കെ ഉണ്ടാക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും നിയമവിധേയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ബാക്കിയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ഫയർ വർക്ക്സ് ബാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. സിവിലിയൻസിന്, വ്യക്തികൾക്ക് ഫയർ വർക്ക്സ് ഉപയോഗിക്കുന്നതിന്, വെടിക്കോപ്പുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങളുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. പക്ഷേ അവിടെയും ഒരു പൊതു പ്രദർശനത്തിന് വേണ്ടി ലൈസൻസ്ഡ് ആയിട്ട് ഫയർ വർക്ക്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അത് സുരക്ഷിതമായിട്ടുള്ള പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ലൈസൻസ് നൽകുന്നതും. നമ്മുടെ നാട്ടിലും അങ്ങനെ ലൈസൻസ് കൊടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ആ മാനദണ്ഡങ്ങൾ പലപ്പോഴും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ അപകടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സാധാരണയായി ലോകത്ത് എവിടെയും ഒരാളിന് കരിമരുന്ന് പ്രയോഗത്തിനുള്ള ലൈസൻസ് നൽകുന്ന സമയത്ത് പരിഗണിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, അവിടെയുള്ള സുരക്ഷിതത്വം. രണ്ട്, തീപിടുത്തത്തിനുള്ള സാധ്യത. മൂന്ന്, എത്രത്തോളം ശബ്ദം അതുണ്ടാക്കുന്നുണ്ട്. മൊത്തത്തിൽ അന്തരീക്ഷ മലിനീകരണം അത് എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട്. അടുത്തതായി, ഈ സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ നിർമ്മിക്കുന്ന ആൾക്കാരുടെ പ്രായം, അവരുടെ പ്രവൃത്തി പരിചയം, എത്രത്തോളം ശാസ്ത്രീയമായും ആരോഗ്യത്തിന് മുൻഗണന നൽകിയിട്ടുമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം. അടുത്തത്, ഇതൊക്കെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള വെടിപ്പുരകളിലാണ് സൂക്ഷിക്കുന്നത്, അവിടെ എത്രത്തോളം അകലം ഈ വസ്തുക്കൾ തമ്മിലുണ്ട്, അതേപോലെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ എത്ര കിലോയാണ് ഒരു സമയത്ത് ഉപയോഗിക്കാൻ കഴിയുന്നത്, അത് എത്ര ആൾക്കാരാണ് കൈകാര്യം ചെയ്യേണ്ടത്, എത്രത്തോളം ഗ്യാപ്പ് ഇത് തമ്മിൽ ഉണ്ടാകണം, ഇതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇത് കൂടാതെ കരിമരുന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്തും അത് പ്രദർശിപ്പിക്കുന്ന സ്ഥലത്തുമുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്, ഇതിൻ്റെ ശബ്ദവും വെളിച്ചവും ഒക്കെ തന്നെ മൃഗങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഇതെല്ലാം തന്നെ ഇതിൻ്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. നമ്മുടെ നാട്ടിലും ഒരുപക്ഷെ നിയമമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ലൈസൻസ് കൊടുക്കുന്നതിനുള്ള പരിഗണന ആയേക്കാം. പക്ഷേ അങ്ങനെ കൃത്യമായിട്ട് എത്ര പേർക്ക് ലൈസൻസ് ഇവിടെ കിട്ടുന്നുണ്ട്, മറ്റേതെങ്കിലും മാർഗ്ഗങ്ങളിൽ കൂടി ആൾക്കാർ ഇതിനുള്ള കോൺട്രാക്റ്റ് ഒക്കെ തന്നെ നേടുന്നുണ്ടോ എന്നതൊക്കെ ചിന്തിക്കണം. അപ്പോൾ ഇവിടെയും പ്രധാനപ്പെട്ട കൾപ്രിറ്റ് എന്ന് പറയുന്നത് നേരിട്ട് കരിമരുന്ന് വ്യവസായമല്ല, മറിച്ച് ഇതിനെ എൻഫോഴ്സ് ചെയ്യുന്ന അതോറിറ്റീസാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ നമുക്കറിയാം, അവിടെ ഒരു വലിയ ദുരന്തമുണ്ടാകുന്നു. അവിടെ എല്ലാവരും, മാധ്യമങ്ങളടക്കം ആദ്യം അന്വേഷിക്കുന്നത് അവിടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ ഉണ്ടോ, ഈ നിർമ്മാണത്തിനുള്ള ലൈസൻസ് ഉണ്ടോ എന്നാണ്. ഒരു പക്ഷേ ലൈസൻസ് ഉണ്ടായേക്കാം. പക്ഷേ അവിടെ ചോദിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യം നിർമ്മാണത്തിന് ലൈസൻസ് ഉണ്ടോ എന്നുള്ളതല്ല, ആ നിർമ്മാണ പുരയ്ക്ക് ലൈസൻസ് ഉണ്ടോ എന്നുള്ളതാണ്. താൽക്കാലികമായിട്ടുണ്ടായിരിക്കുന്ന ഷെഡുകളിലാണ് ആ കൺസ്ട്രക്ഷൻ. അവിടെ മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നില്ല. എത്ര കിലോ ഈ കെമിക്കൽസാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കണക്കുകളില്ല. അവിടെയുള്ള ആൾക്കാർക്ക് ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ടോ, അവരുടെ ആരോഗ്യത്തിനെക്കുറിച്ച് അവർ ബോധവാന്മാരാണോ, ഈ വസ്തുക്കളൊക്കെ തന്നെ എത്ര ഗ്യാപ്പിലാണ് സ്റ്റോർ ചെയ്യുന്നത്, നിർമ്മാണ പ്രവർത്തനത്തിന് രണ്ടാൾക്കാർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്, ഈ കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ വഴി കൃത്യമായി നമുക്ക് മനസ്സിലാക്കും. അതായത് ഒരു കോൺട്രാക്ടർക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേ അല്ല എന്നും അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അത് നടപ്പാക്കിയത് എന്നതും വ്യക്തമാണ്.
ഈ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം സംവിധാനത്തിനാണ്, എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റികൾക്കാണ്. ഇവിടെയും സത്യത്തിൽ കുറ്റം പറയേണ്ടത് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റികളെ തന്നെയാണ്. ഇനി പരിഗണിക്കപ്പെടേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കെമിക്കൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പെട്ടെന്ന് കത്താവുന്ന വസ്തുക്കൾ, അതേപോലെ തന്നെ എൻവയൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച്, പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സമയത്ത് കത്താവുന്ന വസ്തുക്കൾ, ഘർഷണം മൂലം കത്താവുന്ന വസ്തുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിരോധിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. കേരളത്തിലെ കരിമരുന്നുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ദുരന്തങ്ങളിലെല്ലാം തന്നെ പൊട്ടാസ്യം ക്ലോറേറ്റ് പോലെ പെട്ടെന്ന് കത്താവുന്ന കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അത് പലയിടങ്ങളിലും നിരോധിതമായിട്ടുള്ള ഒരു കാര്യമായിട്ടും അത് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇങ്ങനെ പെട്ടെന്ന് കത്താവുന്ന വസ്തുക്കൾ ഇതിന് ഉപയോഗിക്കുന്നില്ല, അതിന് കൃത്യമായിട്ടുള്ള അളവിൽ മാത്രമാണ് ഇത് ചേർക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഉറപ്പുവരുത്തേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ വീണ്ടും എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസ് തന്നെയാണ്. അവരുടെ കാര്യം കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്തതായി ഈ നിർമ്മാണ പുരയുടെ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ നോക്കുക. ഒരു തരത്തിലും റോഡ് ആക്സസ് ഇല്ലാത്ത ഒരു പാടമാണത്. അവിടേക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതിന് തടസ്സമുണ്ട്, വാഹനങ്ങൾക്ക് എത്തുന്നതിന് തടസ്സമുണ്ട്, ആംബുലൻസിന് എത്തുന്നതിന് തടസ്സമുണ്ട്. ആ തടസ്സം അവിടെ കൃത്യമായി നിഴലിച്ചതാണ്. കാരണം അപകടമുണ്ടായതിനു ശേഷം രക്ഷാപ്രവർത്തനത്തിന് താമസമുണ്ടായി, ആൾക്കാരെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്നതിന് കാര്യമായിട്ടുള്ള താമസമുണ്ടായി. അതിനെല്ലാം കാരണം അവിടെ റോഡ് ആക്സസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഫസ്റ്റ് എയ്ഡിനുള്ള സംവിധാനങ്ങളോ ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇതൊക്കെ തന്നെ ഒരു നിർമ്മാണ പുരയുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ളതാണ്. അത് കൊണ്ടുവരേണ്ടുന്ന ഉത്തരവാദിത്തം അതിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആളിന് തന്നെയാണ്. പക്ഷേ അതെല്ലാം തന്നെ അവിടെ ഉണ്ടോ എന്നുള്ളതിനെപ്പറ്റി കൃത്യമായി എൻഫോഴ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം വീണ്ടും നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റികൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതിൽ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റിന് കൈ കഴുകിയിട്ട് പോകാനായിട്ട് കഴിയില്ല. അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള കരിമരുന്ന് പ്രയോഗം നടക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല എങ്കിൽ അത് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കൊടിയ വീഴ്ചയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അടുത്ത ചോദ്യം വീണ്ടും ഇതേ താൽക്കാലിക ഷെഡുകളെക്കുറിച്ചാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി അതിന് ലഭിച്ചിരുന്നോ? അവരുടെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ആരെങ്കിലും അപേക്ഷിച്ചിരുന്നോ? സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ക്ലിയറൻസും അപ്രൂവലും ഒക്കെ കൃത്യമായി നൽകേണ്ടുന്ന പെസോ ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? അവരുടെ ക്ലിയറൻസ് ഇതിന് കിട്ടിയിട്ടുണ്ടോ? ജില്ലാ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നോ? അവരുടെ ക്ലിയറൻസ് ഉണ്ടോ? പോലീസിൻ്റെ ക്ലിയറൻസ് ഇതിലുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചോദ്യം ചെയ്യേണ്ടതാണ്. ഈ ആൾക്കാരെല്ലാവരും ഉൾപ്പെടുന്ന സംവിധാനമാണ് സത്യത്തിൽ ഇവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി. ഈ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി കൃത്യമായ രീതിയിലത്തേക്ക് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. ഇങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് എങ്കിൽ അതിൻ്റെ കോൺട്രാക്ടറുടെ ലൈസൻസ് കൂടി റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വീണ്ടും വിരൽ ചൂണ്ടുന്നത് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിയുടെ പരാജയത്തിലേക്ക് തന്നെയാണ്. ഇനിയും ഇത് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിയുടെ പരാജയമല്ല എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങളുടെ വാദത്തിനെ തെറ്റാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി എൻ്റെ കയ്യിലുള്ളത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഒരു സർക്കുലറാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ 2017 പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഉത്തരവാണിത്. ഇത് കേവലം കേരളത്തിന് മാത്രം ബാധകമായിട്ടുള്ളതല്ല, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും പൊതുവിൽ ബാധകമായിട്ടുള്ള കുറേയധികം നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമാണിതിൽ. ഇത് ഉണ്ടാകുന്നതിന് കാരണം തന്നെ കേരളത്തിലുണ്ടായ 2016 പരവൂർ ദുരന്തമാണ്. 2008 എക്സ്പ്ലോസീവ് റൂൾസിലെ 126 സെക്ഷൻ എൻഫോഴ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സർക്കുലർ PIB ഇറക്കുമ്പോൾ കേന്ദ്ര മന്ത്രാലയം ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് നോക്കിയാൽ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകും. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: റീസെൻറ്റ് ആക്സിഡൻറ്റ് ഡ്യൂറിംഗ് ഡിസ്പ്ലേ ഓഫ് ഫയർ വർക്ക്സ് അറ്റ് പരവൂർ കേരള ഹാസ് ബ്രോട്ട് ഔട്ട് സെവറൽ ഡിസ്ക്രിപ്പൻസീസ് സച്ച് ആസ് ലാക്ക് ഓഫ് ഇഫക്റ്റീവ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി എക്സ്പ്ലോസീവ് റൂൾസ് 2008 ഓൺ ദ പാർട്ട് ഓഫ് ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അതായത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് 2008 എക്സ്പ്ലോസീവ് റൂൾസ് കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ കാര്യമായിട്ടുള്ള പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേന്ദ്ര മന്ത്രാലയം കണ്ടെത്തുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്നത് യൂസ് ഓഫ് അൺഓത്തറൈസ്ഡ് ഫയർ വർക്ക്സ്, അതായത് പല വസ്തുക്കൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള വെടിക്കോപ്പുകളെല്ലാം തന്നെ നിരോധിക്കപ്പെട്ടതാണ്. എന്നിട്ടും അതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണവും പ്രദർശനവും നടക്കുന്നുണ്ട്. അത് എന്തൊക്കെ തരത്തിലുള്ള വെടിക്കോപ്പുകളാണ് എന്ന് ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. അമിട്ട്, കുഴിമിന്നൽ, പാം ലീഫ് ക്രാക്കേഴ്സ്, മൾട്ടി ഷോട്ട്സ്, ഗുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിരോധിതമാണ്. ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. യൂസ് ഓഫ് അൺഓത്തറൈസ്ഡ് കെമിക്കൽസ്, ദാറ്റ് ഈസ് പൊട്ടാസ്യം ക്ലോറേറ്റ് ഇൻ ഫയർ വർക്ക്സ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊട്ടാസ്യം ക്ലോറേറ്റ് പോലെ പെട്ടെന്ന് തീപിടിക്കുന്ന നിരോധിക്കപ്പെട്ടിരിക്കുന്ന പല വസ്തുക്കളും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അൺഓത്തറൈസ്ഡ് സ്റ്റോറേജ് ഓഫ് ഫയർ വർക്ക്സ് അറ്റ് പബ്ലിക് ഡിസ്പ്ലേ സൈറ്റ്,
അതായത് എവിടെയാണോ ഈ വെടിക്കോപ്പുകളൊക്കെ എന്ത് മാനദണ്ഡ പ്രകാരമാണോ സൂക്ഷിക്കേണ്ടത് ആ രീതിയിലല്ല സൂക്ഷിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് 2016 പരവൂരിലുണ്ടായിരുന്ന വലിയ ദുരന്തം നമുക്ക് നേരിടേണ്ടി വന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും തൃശ്ശൂരിലെ സ്ഫോടനത്തിനും കാരണമായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അനുമാനം. അതിന് കാരണം നമ്മുടെ എൻഫോഴ്സ്മെന്റ് അതോറിറ്റികൾ 2016 എങ്ങനെ പ്രവർത്തിച്ചോ അതേപോലെ തന്നെയാണ് 10 വർഷത്തിന് ശേഷവും പ്രവർത്തിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. ഇനി ഇത്തരത്തിലുള്ള എൻഫോഴ്സ്മെന്റിന്റെ പരാജയത്തിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട് ഈ സർക്കുലറിൽ. ടു പ്രിവെന്റ് സച്ച് ഇൻസിഡൻസ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ദർ ഈസ് ആൻ അർജന്റ് നീഡ് ഓഫ് ടൈറ്റനിങ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദി എക്സ്പ്ലോസീവ് റൂൾസ് 2008 ബൈ ഡിസ്ട്രിക്ട് അതോറിറ്റീസ്. ഇതേ കാരണം തന്നെയാണ് 2008 എക്സ്പ്ലോസീവ് റൂൾസ് ഇവിടെയുണ്ട്. അത് ജില്ലാ ഭരണകൂടം വളരെ കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് തയ്യാറാകണം എന്നാണ് പറയുന്നത്. തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഫോടനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ എക്സ്പ്ലോസീവ് റൂൾസിലെ റൂൾ നമ്പർ 126 പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾ എൻഫോഴ്സ് ചെയ്യാനായിട്ട് ജില്ലാ ഭരണകൂടം തയ്യാറാകണം എന്നാണ് പറയുന്നത്. ഓൺലി ഓതറൈസ്ഡ് ഫയർ വർക്ക്സ് അപ്രൂവ്ഡ് ബൈ ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് ഷാൽ ബി യൂസ്ഡ് ഫോർ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് ഫയർ വർക്ക്സ്. അതായത് ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് അനുവദിക്കുന്ന വെടിക്കോപ്പുകൾ മാത്രമേ ഇത്തരത്തിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. സത്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചിരുന്ന അമിട്ട്, ഗുണ്ട്, കുഴിമിന്നൽ തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇങ്ങനെ ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് ഒരിക്കലും അനുവദിക്കാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പോൾ അനുവാദമില്ലാതെ തന്നെയാണ് ഇത് നടക്കുന്നത് എന്ന കാര്യം വ്യക്തമാവുകയാണ്. അവിടെ വീണ്ടും കുഴപ്പത്തിലാകുന്നത്, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഈ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ വെളിവാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: Wherever these safety distances are not available, the display site should be shifted to a suitable area. അതായത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം സ്ഥലമാണോ ഇങ്ങനെയുള്ള കരിമരുന്ന് പ്രയോഗം നടത്താൻ ആവശ്യമായി വരുന്നത്, അങ്ങനെ ആവശ്യമായിട്ടുള്ള സ്ഥലമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇത് നടത്താൻ പാടില്ല എന്നും കൂടുതൽ സൗകര്യമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ഈ കരിമരുന്ന് പ്രദർശനം മാറ്റണം എന്നും പറയാനുള്ള ഉത്തരവാദിത്തം, അധികാരം ഈ അതോറിറ്റീസിനുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോഴും പല ആൾക്കാരും പറയുന്നത് തൃശ്ശൂർ പൂരത്തിനടക്കം അവിടെ കരിമരുന്ന് പ്രയോഗം നടത്താൻ മതിയായിട്ടുള്ള സ്ഥലമില്ല എന്നാണ്. ആ സ്ഥലത്ത് എന്ത് അളവിൽ എത്ര കിലോ കരിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് കരിമരുന്ന് പ്രയോഗം നടത്താം എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള അപ്രൂവലാണ് കിട്ടേണ്ടത്. അതല്ല എങ്കിൽ കൂടുതൽ സൗകര്യമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് അത് മാറ്റുകയാണ് വേണ്ടത്. ഇവിടെ വീണ്ടും പരിമിതമായ സ്ഥലത്ത് അനുവദനീയമായതിൽ കൂടുതൽ വെടിക്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അതോറിറ്റീസിന് തന്നെയാണ് എന്ന കാര്യം വീണ്ടും വ്യക്തമാവുകയാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഷാൽ ഇൻസ്ട്രക്ട് ഫെസ്റ്റിവൽ ഓർഗനൈസേഴ്സ് ടു കണ്ടക്ട് റിസ്ക് അസസ്മെന്റ് by reputed organizations to identify potential hazards arising on account of fireworks display prior to applying for display license and ensure that relevant provisions of the Explosive Rules 2008 are complied with. അതായത് ജില്ലാ മജിസ്ട്രേറ്റ് ഈ അധികാരികളോട് ആവശ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ കരിമരുന്ന് പ്രയോഗത്തിനൊക്കെ തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ റിസ്ക് അസസ്മെൻറ്റ് കൃത്യമായിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ വെച്ച് നിങ്ങൾ ചെയ്തിരിക്കണം എന്നാണത്. Based on the risk assessment study, disaster management plan shall be prepared by the district administration before the fireworks display. അങ്ങനെയുള്ള റിസ്ക് അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിരിക്കുകയും ചെയ്യണം. ഈ കാര്യങ്ങളും തൃശ്ശൂരിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു റിസ്ക് അസസ്മെന്റ് പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി ലഭിക്കുമായിരുന്നില്ല. അവിടേക്ക് റോഡ് ആക്സസ് ഇല്ല, ആംബുലൻസ് ആക്സസ് ഇല്ല, എക്സ്റ്റിങ്ക്വിഷറുകളില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള റിസ്ക് അസസ്മെൻറ്റും നടത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനാണ് ജില്ലാ ഭരണകൂടം അവിടെ തയ്യാറാക്കിയത് എന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റികൾക്ക് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. അടുത്തത് ഇതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് തീരുമാനമെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിലെ 10ാമത്തെ ക്ലോസ്: സ്ട്രിക്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ അഗെയിൻസ്റ്റ് അൺഓത്തറൈസ്ഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ഓഫ് ഫയർ വർക്ക്സ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള അനുമതിയും കിട്ടാത്ത തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബിന് സമാനമായിട്ടുള്ള വെടിക്കോപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അതിന് അനുമതി കിട്ടേണ്ടതല്ല, സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കേണ്ടതുമാണ്. ഇവിടെയും ഉത്തരവാദി ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി തന്നെയാണ്. അടുത്തത്: ഡിസ്ട്രിക്ട് പോലീസ് അതോറിറ്റീസ് ഷാൽ കളക്ട് സാമ്പിൾസ് ഓഫ് ഫയർവർക്സ് ഫ്രം ദ premises of manufacturers and submit the same to the Regional Chemical Examiners Laboratory at Ernakulam well in advance to be tested for potassium chlorate or any other chlorate. അതായത് ഈ വെടിക്കോപ്പുകളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചതിന് ശേഷം
അത് കൃത്യമായിട്ട് എറണാകുളത്തുള്ള ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ച് അതിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സാമ്പിൾ ശേഖരിക്കുന്നതിന് വേണ്ടി എവിടെയാണ് പോകേണ്ടത് എന്ന് പറയുന്നുണ്ട്. പ്രെമിസസ് ഓഫ് ദി മാനുഫാക്ചറേഴ്സ്. ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ അത് എവിടെ വെച്ചിട്ടാണോ ഉണ്ടാക്കുന്നത് അവിടെ പോലീസും ജില്ലാ ഭരണകൂടവും ചെല്ലണം എന്നാണ് പറയുന്നത്. നോക്കൂ, ഈ പാടത്ത് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അങ്ങനെ സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് അവരവിടെ ചെന്നിട്ടുണ്ട് എങ്കിൽ അവിടേക്ക് റോഡ് ആക്സസ് ഇല്ല എന്നുള്ളതും അവിടെ ഒരു തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനും നടപ്പാക്കാനായിട്ട് കഴിയുന്ന സ്ഥലമല്ല എന്ന കാര്യത്തിനെക്കുറിച്ചും തീരെ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിൻ്റെ സ്റ്റോറേജും നടക്കുന്നത് എന്നതിനെക്കുറിച്ചും പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും കൃത്യമായിട്ടുള്ള അറിവുണ്ടാകേണ്ടതാണ്. ഒന്നുകിൽ അങ്ങനെ ആരും തന്നെ അവിടെ ഇൻസ്പെക്ഷന് ചെന്നിട്ടില്ല, അതല്ല എങ്കിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടിട്ടും അതിന് നേരെ കണ്ണടച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഇവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റികൾ തന്നെയാണ്. അടുത്തത് ഇതിലെ 12ാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള കണ്ടീഷനിൽ പറയുന്നത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് will have to send a report every 15 days to the state government regarding display of fireworks starting 1 month prior to the start of festival season till the end. അതായത് ഒരു ഉത്സവകാലം തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് മുതൽ അത് തീരുന്നത് വരെ ഓരോ 15 ദിവസവും കൂടുമ്പോൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് റെഗുലറായിട്ട് തയ്യാറാക്കി അത് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കണം എന്നാണ്. അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറയുന്നുണ്ട്. ദ റിപ്പോർട്ട് ഷാൽ ഇൻക്ലൂഡ് പർട്ടിക്കുലേഴ്സ് ലൈക്ക് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ്. എത്രത്തോളം ആപ്ലിക്കേഷനുകളാണ് ഇങ്ങനെയുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലൈസൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ലഭിക്കുന്നത്, നമ്പർ ഓഫ് ലൈസൻസസ് ഗ്രാൻഡഡ്, എത്ര ലൈസൻസുകളാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്, സൂട്ടബിലിറ്റി ഓഫ് ഡിസ്പ്ലേ സൈറ്റ്, അത് ഏത് സ്ഥലത്താണോ ഇതൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്നത് അതിന് എത്രത്തോളം ആ സ്ഥലം ഈ നോംസിനൊക്കെ തന്നെ അനുയോജ്യമാണ്, കംപ്ലയൻസ് ഓഫ് ദി എക്സ്പ്ലോസീവ് റൂൾസ് 2008, 2008 എക്സ്പ്ലോസീവ് റൂൾസിന് വിധേയമായിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഓരോ 15 ദിവസവും റിപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് കൃത്യമായിട്ട് തയ്യാറാക്കി അയക്കുന്നുണ്ട് എങ്കിൽ തൃശ്ശൂരിൽ ഈ നിർമ്മാണ പുരകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ആയിരുന്നു എങ്കിലും ഇത് തടയാൻ സാധ്യമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കരിയോ കരിമരുന്നോ അല്ല വില്ലൻ, മറിച്ച് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിയാണ് വില്ലൻ. ആ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ജില്ലാ ഭരണകൂടമുണ്ട്, പോലീസുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. ഈ പോലീസിൻ്റെയൊക്കെ ഭാഗമായിരുന്ന ആൾക്കാർ ഇതൊക്കെ തന്നെ വലിയ ഉത്തരവാദിത്തമാണ്, മെനക്കേടാണ്, തങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടാകും എന്നുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ മൊത്തത്തിലങ്ങ് നിരോധിക്കാം എന്നുള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ എടുക്കുന്നത്. തങ്ങളുടേതായിട്ടുള്ള പിടിപ്പുകേടിന് ഈ ഒരു സമ്പ്രദായത്തിനെ മൊത്തത്തിലങ്ങ് ബാൻ ചെയ്യണം എന്നാണ് ഇവരിൽ പലരും നമ്മളോട് പറയുന്നത്. വാൽപ്പാറയിൽ ഒരു വാഹനാപകടം ഉണ്ടായി എന്ന് കരുതി വാൽപ്പാറയിലെ ടൂറിസം അല്ല നമ്മൾ ബാൻ ചെയ്യുന്നത്, ട്രാവലറുകളല്ല നമ്മൾ ബാൻ ചെയ്യുന്നത്, മറിച്ച് അവിടുത്തെ യാത്ര, അവിടെയുള്ള അന്തരീക്ഷം അത് കൂടുതൽ സുരക്ഷിതമാക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ തീരുമാനമെടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൃത്യമായി ചെയ്യേണ്ടത് ഈ 2008 എക്സ്പ്ലോസീവ് റൂൾസ് എന്താണോ അതിൽ പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് റൂൾ നമ്പർ 126 പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് എൻഫോഴ്സ് ചെയ്യാതെ മറ്റാരുടെയെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളുടെയോ ഏതെങ്കിലും സ്വാധീനങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അനാവശ്യമായിട്ട് ലൈസൻസ് കൊടുക്കുകയും ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിന് നേരെ കണ്ണടക്കുകയും ചെയ്യുന്ന എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിയുടെ പിടിപ്പുകേട് കാരണമാണ് ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതിനുള്ള പരിഹാരം എന്നത് ഒരു ബ്ലാങ്കറ്റ് ബാൻ അല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിയമം കൃത്യമായിട്ട് അഡ്ഹിയർ ചെയ്താൽ തന്നെ ഉഗ്രസ്ഫോടന ശേഷിയുള്ള ഒരു തരത്തിലുള്ള വെടിക്കോപ്പുകളും കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. സേഫ് ഡിസ്റ്റൻസ് പാലിക്കേണ്ടതായിട്ട് വരും, മറ്റുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് എങ്കിൽ ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഒരു ഫയർവർക്സ് ഡിസ്പ്ലേ നടക്കുന്ന സമയത്ത് എത്രത്തോളം ലോഡാണോ അവിടെ കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്, അത് എത്രത്തോളം തീവ്രത കുറഞ്ഞതാണ്, ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷം പല നിർദ്ദേശങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. ചൈനീസ് ക്രാക്കേഴ്സ് പോലെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ടാകും, പക്ഷേ ഉഗ്രസ്ഫോടനം ഉണ്ടാവില്ല, വലിയ ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ രീതിയിലത്തേക്ക് നയനാനന്ദകരമായ രീതിയിൽ ഈ കരിമരുന്ന് പ്രയോഗം പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ, ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാവരുടെയും സുരക്ഷയെ പരിഗണിച്ച്. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു ബ്ലാങ്കറ്റ് ബാൻ എന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉത്സവങ്ങളുടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗത്തിനെ ഇല്ലാതെയാക്കുന്നതിന് തുല്യമായി അത് മാറും എന്നുള്ളതാണ് പ്രധാനം. സത്യത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും പറയുന്നത് ഈ കരിമരുന്നിന് ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു ബാൻ വേണം, പൂർണ്ണമായിട്ടുള്ള നിരോധനം വേണം എന്നാണ്. സത്യത്തിൽ നിരോധനമല്ല ഇതിൻ്റെ പ്രതിവിധി. എന്തുകൊണ്ടാണ് ഇത് ക്ഷേത്രാചാര പ്രകാരം ഉപയോഗിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. മാധവ്ജിയുടെ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്നുള്ള പുസ്തകത്തിൽ ഉത്സവത്തിലെ കലാപരിപാടികൾ എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സമയത്ത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ അമൃതവർഷണത്തിൽ അവരും ഭാഗഭാക്കുകളാകുന്നുണ്ടല്ലോ. അവാച്യമായ ആനന്ദമാണ് ഈ സമയത്തെ യോഗാനുഭൂതി. ആ ആനന്ദത്തിൻ്റെ പ്രതീകമായിട്ടാണ്
നൃത്തം, സംഗീതം, കഥാകഥനാദി കലകളുടെ ആവിഷ്കരണം. സകല കലാവിദ്യകളും ഉടലെടുക്കുന്നത് രസാസ്വാദനത്തിൽ നിന്നാണല്ലോ. ഈ രസത്തിന്റെ ശരിയായ രൂപം യോഗാനുഭൂതി ജന്യമായ അമൃതപ്രവാഹം തന്നെയാണെന്ന് താന്ത്രികാചാര്യനായ അഭിനവഗുപ്തൻ സിദ്ധാന്തിക്കുന്നു. ഒരു ജനപഥത്തിന്റെ സംസ്കാരം, സവിശേഷതകളായ കലാരൂപങ്ങളുടെ ഉറവിടമായ ഈ രസാനുഭൂതി സമാധിജന്യമായ അമൃതവർഷണത്തിൽ നിന്നാണെന്ന കാര്യം ഭാരതീയ സംസ്കാരത്തിന്റെ ആധ്യാത്മിക സ്രോതസ്സിനെയാണ് കുറിക്കുന്നത്. അതാണ് കലാവിദ്യകളുടെ ഒരു വിരുന്ന് തന്നെ ക്ഷേത്രത്തിൽ ഒരുക്കുന്നത്. ആനയും അമ്പാരിയും എഴുന്നള്ളത്തും കരിമരുന്നും കലാപ്രകടനവുമായി ആനന്ദ നിമഗ്നരാവുകയാണ് മനുഷ്യർ അക്കാലത്ത് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കരിയും കരുമരുന്നും ഒക്കെ തന്നെ മൊത്തത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് എന്ന് തന്നെയാണ് ഈ പുസ്തകത്തിൽ മാധവ്ജി പറയുന്നത്. ആ വരി ഒന്നുകൂടി വായിക്കാം. ആനയും അമ്പാരിയും എഴുന്നള്ളത്തും കരിമരുന്നും കലാപ്രകടനവുമായി ആനന്ദ നിമഗ്നരാവുകയാണ് മനുഷ്യർ അക്കാലത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ കുറ്റക്കാരായിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയാണ് എന്ന് നിസ്സംശയം പറയാവുന്ന ഈ ഒരു ഘട്ടത്തിൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി മാറി നിൽക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം മനസ്സിലാക്കുക. അതല്ലാതെ കരിയും കരിമരുന്നും നിരോധിക്കുക എന്നുള്ളതല്ല അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അങ്ങനെ നിരോധിക്കുന്നത് വഴി തങ്ങളുടെ ഉത്തരവാദിത്തത്തിലെ വീഴ്ചകളിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് കഴിയും എന്ന് അവർ ചിന്തിക്കുകയാണ്. അതിനെയാണ് നമ്മൾ പരാജയപ്പെടുത്തേണ്ടത് എന്ന് മാത്രം വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് സുരക്ഷിതമായി ഈ കാര്യങ്ങളെല്ലാം നടക്കാനുള്ള ഒരു മാർഗം നമ്മൾ നിലവിലത്തെ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ കൂടി ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.